From a bold vision in 1983 to a global force today, this is Western International Group with a $5 billion business driving global success. A global workforce of over 35,000, driven by passion, purpose, and integrity. Global excellence, 500 million customers, powered by innovation, quality, and people. Home to 30-plus trusted brands across diverse sectors, from electronics and retail to fashion and real estate. With over 3 million square feet of integrated storage, sorting, and distribution space, our multifunctional warehouse is engineered for high-volume efficiency, scalability, and seamless end-to-end logistics. Western International Group operates 18 strategically located customer happiness centers. Our fleet of over 1,500 vehicles enables high-volume distribution with precision, speed, and logistical efficiency. We proudly operate more than 30 leading brands with direct presence across 12 countries. Our expansive reach with over 180 outlets reflects our commitment to consistent growth, market leadership, and delivering value across global markets. Western International Group brings its commitment to healthy living to life. With GPAS Lifestyle, making wellness and mobility smarter for all. Delivering quality, efficiency, and eco-friendly solutions that help businesses pack smarter and customers live better. GPAS Properties set a Guinness World Record, achieving the world's largest continuous concrete pour in a 42-hour engineering marvel. Committed to social responsibility, driving meaningful change. Driven by innovation, exceeding expectations, we are Western International Group. Take this opportunity to welcome you all on behalf of Western International Group. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സമയമെടുത്ത് ഇതിൽ വന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങളിപ്പോൾ കമ്പനിയെ പറ്റി നിങ്ങൾ എന്തായാലും കണ്ടു, നമ്മുടെ കമ്പനി എന്താണ്. ഈ ഒരു പ്രോഗ്രാം വയ്ക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആസ് പാർട്ട് ഓഫ് നമ്മുടെ പുതിയ വിഷൻ ഓഫ് എക്സ്പാൻഷൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യ ഓപ്പറേഷൻസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വി ആർ പ്ലാനിങ് ടു ലോഞ്ച് അവർ 2 ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ്സ്, GPASും റോയൽ ഫോർഡും. ഈ 2 ബ്രാൻഡ് വിച്ച് ഇസ് അവർ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് വിച്ച് ഇസ് ഗോട്ട് എ ഹെറിറ്റേജ് ഓഫ് അറൌണ്ട് 40 years old. അപ്പോൾ ഈ ഒരു 2 ബ്രാൻഡ് ഇവിടെ ലോഞ്ച് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നിങ്ങളെ ഇതിൽ ഈ പ്രോഗ്രാം ക്ഷണിച്ചേക്കണേ. അപ്പോൾ ഇത് നമ്മൾ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരള മീഡിയ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഞങ്ങൾക്കറിയാം കേരള എനിത്തിങ് ദാറ്റ് ഹാസ് ടു ബി അഡ്രസ്ഡ് ഇൻ കേരള ആദ്യമേ മീഡിയ വഴിയാണ് അത് നമ്മൾ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തത്, നമ്മുടെ ലോഞ്ചിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം തന്നെ പ്ലാൻ ചെയ്തത് ഒരു മീഡിയ ഇൻറ്ററാക്ഷനാണ്. അപ്പോൾ ആ ഒരു സെഷനിലേക്ക് വീണ്ടും ഞാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. ആൻഡ് ഐ താങ്ക് യു വൺസ് അഗൈൻ. ഈ കമ്പനിയുടെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാം നിങ്ങളെല്ലാവരും കയ്യിൽ നമ്മുടെ ഒരു പ്രസ് റിലീസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രസ് റിലീസ് ദാറ്റ് വാട്ട് വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദി പീപ്പിൾ ഓഫ് കേരള. അതാണ് നമ്മുടെ പ്രസ് റിലീസ് നിങ്ങൾക്ക് കിട്ടിയേക്കണേ. ഇതിൽ ആസ് എൻ ഓർഗനൈസേഷൻ ഞാനൊരു ചെറിയ ബ്രീഫ് പറയാം ഓർഗനൈസേഷനെ പറ്റി. ഒരു 40-45 years ഹെറിറ്റേജിലൊരു ഓർഗനൈസേഷനാണ് വെസ്റ്റേൺ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ്. വി ഓപ്പറേറ്റ് ഏകദേശം ഒരു 12-13 direct operations countries. We operate in Africa, we operate in UK and GCC across, and CIS countries, our products available. We distributed across.
ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൂടുതൽ ആസ് എ എന്താ പറയുക, നമുക്കൊരു ഒരു വിഷൻ എന്ന് വെച്ചാൽ വി വോണ്ട് ടു എക്സ്പാൻഡ് ഇൻ ടു മോർ മാർക്കറ്റ്സ്. ഈ എക്സ്പാൻഷൻ ഓഫ് മോർ മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ്സ് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ എക്സ്പാൻഷൻ പ്ലാൻ വെച്ചപ്പോൾ ഗേറ്റ് വേ ത്രൂ കേരള, ബിക്കോസ് ഇന്ത്യ എക്സ്പാൻഷൻ നമ്മൾ ഗേറ്റ് വേ കേരള വെച്ചിട്ട് ത്രൂ കേരള വി ആർ ട്രൈങ് ടു എക്സ്പാൻഡ് ടു ദ എൻറ്റയർ കൺട്രി, ബട്ട് ഇൻ ഡിഫറെൻറ്റ് ഫേസസ്. ഓരോരോ ഫേസ് ആയിട്ട് നമ്മളിത് എക്സ്പാൻഡ് ചെയ്യണം. ആദ്യമേ കേരള, ദെൻ വി ഗോ ടു സൗത്ത് ഇന്ത്യ, അങ്ങനെ പതുക്കെ പതുക്കെ വി വോണ്ട് ടു എക്സ്പാൻഡ് ഓവർ കേരള, ഓവർ ഇന്ത്യ. അപ്പോൾ ഇതാണ് ആസ് എ ഒരു ജിങ്സ് എന്ന് പറയുന്നത്, ഈ നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ ജിങ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡ്സ് നമ്മളിവിടെ കൊണ്ടുവരികയാണ്. ആ ബ്രാൻഡ്സിനെ നമ്മൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാണ്. അത് ത്രൂ കേരളയാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ബെസ്റ്റ് മീഡിയം, ഞങ്ങൾ വിചാരിച്ച ഫസ്റ്റ് മീഡിയം ആൻഡ് ദ ബെസ്റ്റ് മീഡിയം ഇസ് യു ഓൾ. നിങ്ങളാണ് ഒരു ബ്രാൻഡിനെ, ഈ പറഞ്ഞ നാട്ടിൽ കാണുന്ന ബ്രാൻഡ്സിനൊക്കെ ഏറ്റവും കൂടുതൽ വളർച്ചയുടെ ഒരു പങ്ക് നിർവഹിച്ചിരിക്കുന്നത് നിങ്ങളാണ്. സോ ആ ഒരു ഇതിലാണ് ഞങ്ങൾ ഐശ്വര്യമായിട്ട് ആദ്യമേ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഞങ്ങളുടെ അനൗൺസ്മെൻ്റ് ആയിട്ട് വരുന്നത്. ശരിയാണ്, നമ്മൾ പതുക്കെ പ്രോഡക്ട്സ് കൊണ്ടുവന്ന ഓരോരോ ഫേസസ് ആണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നൗ ഐ തിങ്ക് ഞാനൊരു ചെറിയ ജിങ്സ് നിങ്ങൾക്ക് തന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും, ഇൻഫാക്ട് ദ എൻറ്റയർ മാനേജ്മെൻറ്റ് ടീം ഇസ് ഹിയർ. മിസ്റ്റർ നിസാർ, ഹി ഈസ് ദി മാനേജിങ് ഡയറക്ടർ. നമ്മളെല്ലാവരും ദുബായ് ബേസ്ഡ് ആണ്. അപ്പോൾ ഇപ്പം നിവിൻ പണിക്കർ ആണെങ്കിലും സാജിദ് ചെറോത്ത് ആണെങ്കിലും വി ആർ ഓൾ basically based out of India and China and all that. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇത് ഈ ഒരു അടുത്ത ഒരു കൈൻഡ് ഓഫ് ഒരു ഒന്നൊന്നര ആഴ്ച കൂടുതലും നമ്മൾ കേരളത്തിനെ പറ്റി അങ്ങനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക, അതെങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ എവറിത്തിങ് ഇസ് നോട്ട് ഫിക്സ്ഡ്, ഫൈനൈറ്റ് ആയിട്ടല്ല, എല്ലാം ഞങ്ങൾ ഇങ്ങനെ വി ആർ ലേണിംഗ് ആൻഡ് വി ആർ ട്രൈങ് ടു എക്സ്പാൻഡ് തിങ്സ്. സോ ഐ തിങ്ക് ഒരു ജിങ്സ് ഞാൻ നിങ്ങൾക്ക് തന്നു. ഐ തിങ്ക് വി ആർ ഓപ്പൺ ഫോർ എനി ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ ദാറ്റ്. താങ്ക് യു. നമ്മൾ ഓൺ ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെസ്റ്റോ ആണ് റീറ്റെയിൽ ഉള്ളത്. ഓൺ ഔട്ട്ലെറ്റ്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ കേരളത്തെ മുഖ്യമായിട്ട് എല്ലാ കീ റീറ്റെയിൽസിൽ നമ്മൾ അവൈലബിൾ ആണ്. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഒരു 7 ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി ഉണ്ട് അക്രോസ് കേരള. അത് ചെറിയ കട തൊട്ട് ഏറ്റവും വലിയ കട വരെ നമ്മൾ അവൈലബിൾ ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് റേഞ്ച് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ജീപാസ് ഈ പറഞ്ഞ പോലെ 43 വർഷം ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഓക്കെ, നമ്മൾ ഓപ്പറേഷൻ കംപ്ലീറ്റ് ദുബായ് ബേസ്ഡ് ആണ്. ദുബായ് ആണ് നമ്മുടെ ഹെഡ് ക്വാർട്ടർ. ദുബായിന്ന് അക്രോസ് ഒരു 90 കൺട്രീസിൽ നമുക്ക് സപ്ലൈ പോകുന്നുണ്ട്. അതിൽ പലയിടത്തും നമ്മൾ ഡയറക്റ്റ് ഓപ്പറേഷൻ ആണ്. ഇന്ത്യയിൽ നമ്മളിത് ആദ്യമായിട്ടാണ് നമ്മൾ ഡയറക്റ്റ് കമ്പനി ഓപ്പറേഷൻ. വി ഹാവ് ആൻ ഓഫീസ് അറ്റ് ആലുവ. നമ്മൾ ജീപാസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ തന്നെ ഫ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് കമ്പനി ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ജീപാസ് എന്ന പ്രോഡക്ട്സ് പലപ്പോഴായിട്ട് ദുബായിൽ നിന്ന് പലരും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്ന നമ്മുടെ മേജർ കസ്റ്റമേഴ്സ് ഇന്ത്യയിലാണ്. ഇപ്പോൾ ദുബായിൽ നിന്നായാലും അവധിക്ക് വരുന്ന ആൾക്കാർ മേജറായിട്ട് എടുക്കുന്ന ജീപാസ് പ്രോഡക്ട്സ് ആണ്. അതുപോലെ പല കൺട്രീസിലും. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഡയറക്റ്റ് ഒരു ഓപ്പറേഷൻ, ഡയറക്റ്റ് കസ്റ്റമറിനെ സെർവ് ചെയ്യാവുന്ന ഒരു താല്പര്യത്തോടെ ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇപ്പം 2 ബ്രാൻഡാണ് നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡ് ഇറക്കിയിരിക്കുന്നത്. ഒന്ന് ജീപാസ്. ജീപാസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇലക്ട്രോണിക്സ് ഐറ്റമാണ്, എനിത്തിങ് റിലേറ്റഡ് ടു ഇലക്ട്രോണിക്സ്. അതിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഹ്യൂജ് ആണ്. അതായത് നമ്മൾ സ്മോൾ അപ്ലയൻസ് ഉണ്ട്, ബിഗ് അപ്ലയൻസ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ് ഉണ്ട്, ടൂൾസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഇനിഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്മോൾ അപ്ലയൻസസ് ആണ്. സ്മോൾ അപ്ലയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പേഴ്സണൽ കെയർ ഐറ്റംസ്, പിന്നെ സ്പീക്കേഴ്സ്, ബ്ലെൻഡേഴ്സ്, ഇൻഫ്രാറെഡ്. ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്ത് ഇൻഫ്രാറെഡ്, ഇൻഡക്ഷൻ കുക്കേഴ്സ്, വാക്യൂം, സ്റ്റിക്ക് വാക്യൂം ക്ലീൻ, അങ്ങനെ സ്മോൾ അപ്ലയൻസിനകത്തുള്ള എല്ലാ റേഞ്ചസും നമുക്ക് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ BIS സർട്ടിഫിക്കേഷനും ISI സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തിട്ട് നമുക്ക് കോയമ്പത്തൂർ ഒരു ഫാക്ടറി ഉണ്ട്, ഒരു SKD ഫാക്ടറി അപ്പാക്കിയിട്ടുണ്ട്. പിന്നെ റോയൽ ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോം വെയർ, കിച്ചൺ വെയർ ഐറ്റംസ് ആണ്. നോൺ ഇലക്ട്രിക്കൽ തവ, അതുപോലത്തെ നമ്മുടെ കിച്ചൺ യൂട്ടിൻസിൽസ്, ഡ്രൈയിങ് ഐറ്റംസ്, അതായത് ഡ്രൈയിങ് സ്റ്റാൻഡ്സ്, പിന്നെ കിച്ചൺ ടൂൾസ് പലതായിട്ടുണ്ട്. അതായത് നൈഫ് സെറ്റ് തൊട്ടിട്ട് നമ്മുടെ സ്പാറ്റില, അങ്ങനെയുള്ള ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. അതായത് ഒരു വീട്ടിന് വേണ്ടിയുള്ള എല്ലാ കിച്ചൺ ആക്സസറീസും കിച്ചൺ വെയർസും ഇൻക്ലൂഡിങ് കുക്കേഴ്സ് അങ്ങനെ വരുന്നത്. അപ്പം റോയൽ ഫുഡ് ഇസ് എ പ്യുവർ ഹൗസ് വെയർ, ഹോം വെയർ, കിച്ചൺ വെയർ, നോൺ ഇലക്ട്രിക്കൽ. ജീപാസ് ഇസ് പ്യുവർലി ആൻ ഇലക്ട്രോണിക് ബ്രാൻഡ്സ് ആണ്.
ഉണ്ടായിരുന്നു. നമുക്ക് അതായത് ഇലക്ട്രോണിക്സിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്ക് അവൈലബിൾ ആയിരുന്നു, ഇപ്പോഴും അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യൻ ഇതനുസരിച്ചിട്ട് നമ്മളിപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു SDL, അത് സ്മോൾ ഡിവൈസ് അപ്ലയൻസസ് ആണ് നമ്മൾ ആദ്യം ഇറക്കുന്നത്. പതുക്കെ ആയിട്ട് ഇപ്പം ദത്തു സാർ പറഞ്ഞ പോലെ പല സ്റ്റെപ്പായിട്ട് നമ്മൾ അടുത്ത പ്രോഡക്ട്സിലോട്ടും അടുത്ത കാര്യങ്ങളിലോട്ടും ഇറക്കും. ഇതിനകത്ത് 2-3 കാര്യമുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. പ്ലസ് ഒരു ഇന്ത്യൻ റിക്വയർമെന്റ്, അതായത് ഒരു BA സർട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, അല്ല ISI സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ. അപ്പോൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. UK ഒരു പ്രോഡക്റ്റ് സക്സസ് ആണെങ്കിൽ ഇന്ന് UK ആമസോണിനകത്ത് വി ആർ ദ ടോപ്പ് റേറ്റഡ് ബ്രാൻഡ്. അത് 4.5 റേറ്റിംഗ് ഉള്ള ഒരു ബ്രാൻഡ്സ് വളരെ കുറവാണ്. അപ്പോൾ ആ UK സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ദുബായിലുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇവിടെ ഇറക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ ദർ ഇസ് എ വാല്യൂ ഫോർ മണി. കാരണം ഇന്ന് ആ ഒരു ക്വാളിറ്റി ഒരു ബ്രാൻഡ് വാങ്ങിക്കണമെങ്കിൽ ഒരു കസ്റ്റമറിന് എന്താണോ സ്പെൻഡ് ചെയ്യേണ്ടത് അത്രയും ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം നമ്മൾ 2 ഇയർ വാറണ്ടി വെച്ചിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. സ്മോൾ അപ്ലയൻസിനകത്ത് ചുരുക്കം ബ്രാൻഡുകളേ ഉള്ളൂ 2 ഇയർ വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വിശ്വാസം. ആൻഡ് ഈ ബ്രാൻഡ് 43 വർഷമായിട്ടുള്ള ബ്രാൻഡാണ്. കഴിഞ്ഞൊരു 6 വർഷമായിട്ട് കൺസിക്യൂട്ടീവായിട്ട് ഇറ്റ്സ് എ സൂപ്പർ ബ്രാൻഡ് ഇൻ GCC. GCC സൂപ്പർ ബ്രാൻഡാണ് ആൻഡ് മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് അവാർഡ് കഴിഞ്ഞ വർഷവും നമുക്ക് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സെലക്ഷൻ. പിന്നെ അടുത്ത സെലക്ഷൻസ് ആണ്. അതായത് സാധാരണഗതിയിൽ ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡിന് ഒരു റേഞ്ച് ഉണ്ട്. ചിലവർ TV ഫോക്കസ് ചെയ്യും, ചിലവർ TV അപ്ലയൻസ് ഫോക്കസ് ചെയ്യും. നമ്മുടെ റേഞ്ച് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഫ്രം ദ ഏറ്റവും സ്മോളസ്റ്റ് ഒരു ബ്ലെൻഡർ തൊട്ട് ഏറ്റവും റേഞ്ചിൽ ഏത് റേഞ്ചും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ നമ്മുടെ കയ്യിലുണ്ട്. ഒരു വീട്ടിന് വേണ്ടി എല്ലാ സാധനവും, ഈവൻ റോയൽ ഫോർഡ് എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ്. അതൊരു നൈഫ് സെറ്റ് തൊട്ട് അങ്ങ് ഒരു 10 പീസ് കുക്ക്വെയർ സെറ്റ്, ഫോർജ്ഡ് അലൂമിനിയം കുക്ക്വെയർ സെറ്റ്, അത് പലതും ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇന്നും. ഫോർജ്ഡ് അലൂമിനിയം കുക്ക്വെയർ സെറ്റ് അങ്ങനെയുള്ളൊരു റേഞ്ച് നമ്മുടെ അവൈലബിൾ ആണ്, ബ്രാൻഡഡ് ആയിട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ ഒരു മെയിൻ ഓഫറിങ്. യെസ്, നമ്മൾ എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി നമ്മുടെ വെയർഹൗസും മാനുഫാക്ചറിങ് കപ്പാസിറ്റി കോയമ്പത്തൂരാണ്. എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തമിഴ്നാടിലോട്ട്. സൗത്ത് ഇന്ത്യ, യെസ്, നിയർ ഫ്യൂച്ചറിൽ സൗത്ത് ഇന്ത്യ ഉണ്ട്. ആൻഡ് അക്രോസ് ഇന്ത്യ നമുക്ക് സർവീസ് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ അക്രോസ് ഇന്ത്യ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വിൽ ഗോ അക്രോസ് ഇന്ത്യ. യെസ്, കേരളത്തിലോട്ട് ആയിരിക്കാം. കാരണം ഇന്ത്യയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിൽ നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ നല്ല രീതിയിൽ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി ആ രീതിയിലുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും ഇറക്കാതെ ഒരു ബ്രാൻഡിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സർട്ടിഫിക്കേഷൻസ്. ഓക്കെ, BA സർട്ടിഫിക്കേഷൻ തൊട്ട് ISI സ്റ്റാൻഡേർഡൈസേഷൻ അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് ഓൾറെഡി 350ഓളം നമ്മുടെ ആർട്ടിക്കിൾസിന് ഓൾറെഡി BA സർട്ടിഫിക്കേഷനും ISI സ്റ്റാൻഡേർഡൈസേഷനും ആയി. ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള കുറേ ബേസിക് വർക്ക് ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയി. ഇതിൻ്റെ ബാക്ക് ആൻഡ് വർക്ക് 1 ഇയർ ആയി. കഴിഞ്ഞ 4 മാസമായിട്ട് ആക്ച്വലി ഞങ്ങൾ മാർക്കറ്റിൽ പ്രസൻസ് ഉണ്ട്. അത് ജസ്റ്റ് എ സോഫ്റ്റ് ലോഞ്ച്. എങ്ങനെ ഡീലേഴ്സിന്റെ റിയാക്ഷൻ, എങ്ങനെ കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അത് കണ്ടതിന് ശേഷമാണ് വി തോട്ട് ഓക്കെ വി ഷുഡ് ഗോ ഒഫീഷ്യലി. അപ്പോൾ അതിനൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യാന്നുള്ളത്. അതാണ് ഇപ്പോഴത്തെ ഒരു ലോഞ്ച്. ആൻഡ് യെസ്, ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് ടൈമാണ് ഇപ്പോൾ ഇന്ത്യ. ബിക്കോസ് ഇന്ത്യ ഇസ് ദ സെക്കൻഡ് ബിഗസ്റ്റ് മാർക്കറ്റ് വേൾഡ് വൈഡ്. ബാക്കി എല്ലാ മാർക്കറ്റും ഞങ്ങൾ പ്രസൻസ് ഉണ്ട്. ആഫ്രിക്കയിലുണ്ട്, UK യിലുണ്ട്. ആൻഡ് ഇന്ത്യ ഇസ് നെക്സ്റ്റ് ഫ്യൂച്ചർ ഇസ് ഇന്ത്യ. ഞങ്ങളുടെ GPAS എന്ന് പറഞ്ഞ രീതിയിൽ ഷോറൂം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യത്തില്ല. ബ്രാൻഡ് ഷോറൂമായിട്ട് നമ്മളിപ്പോൾ കോൺസെപ്റ്റ് ഇല്ല. നമ്മുടെ ഒരു റീറ്റെയിൽ വിങ് ആണ് നെസ്റ്റോ. നോർത്ത് കേരളയിൽ നമുക്ക് ഓൾറെഡി ഒരു 13 നെസ്റ്റോസ് ഉണ്ട്. അത് സ്റ്റിൽ എക്സ്പാൻഡിങ്. നെസ്റ്റോ കോയമ്പത്തൂർ അങ്ങനെ കുറേ എക്സ്പാൻഷൻ പ്ലാനുണ്ട്. GCCയിലാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 200 ഹൈപ്പർ മാർക്കറ്റ്സ് ഉണ്ട് GCC കൺട്രീസിൽ, അക്രോസ് GCC. ആഫ്റ്റർ സെയിൽസ് നമുക്കിപ്പോൾ കേരളത്തിൽ 114ഓളം സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്, ഫ്രാഞ്ചൈസി സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഓൾ ഇന്ത്യ സർവീസ് ഫ്രാഞ്ചൈസി ഉണ്ട്. നമ്മുടെ ഓൺ സർവീസ് സെൻറ്റർ വടകരയിലുണ്ട്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ ദുബായിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വരുമ്പോൾ അവർക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് വടകരയിൽ ഒരു സർവീസ് സെൻറ്റർ ഓൺ ഉണ്ട്. ആൻഡ് വി ഹാവ് സ്പെയർ പാർട്സ് ദെയർ. ഇപ്പം നമ്മുടെ കോയമ്പത്തൂർ ഫാക്ടറിയിലും നമുക്ക് ഫുൾ ഫ്ലെജ്ഡ് സ്പെയർ പാർട്സും എല്ലാം ഉണ്ട്. അക്രോസ് കേരളത്തിൽ 114 സർവീസ് സെൻറ്റേഴ്സ് റൈറ്റ് നൗ അവൈലബിൾ ആണ്.
And all India, we have got a tie-up of around 380 service centers, especially South. അതാണ് മെയിൻ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോ ആർട്ടിക്കിൾ എടുത്താൽ ആ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിളിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ബ്രാൻഡിന്റെ ക്വാളിറ്റിയിൽ അതിനെക്കാട്ടി കുറച്ച് പ്രൈസിലായിരിക്കും നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു എൻട്രി ലെവൽ പ്രൈസിങ് അല്ല, തീരെ താഴെയല്ല, ഒരു മിഡ് സെഗ്മെന്റ്, അതായത് വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ, അത് നമ്മൾ എൻഷുർ ചെയ്യും. ആമസോണിൽ ഓൾറെഡി നമ്മൾ ലിസ്റ്റഡ് ആണ്, റോയൽ ഫോർഡ് ഓൾറെഡി ലിസ്റ്റഡ് ആണ്, ജി പാസും ലിസ്റ്റ് ആവും. യെസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. ഇന്ത്യൻ വിപണിയിൽ കൺസ്യൂമർ ട്രസ്റ്റ് തന്നെയാണ് മെയിൻ തിങ്. ഫസ്റ്റ്, കൺസ്യൂമർ ട്രസ്റ്റ് ഇല്ലാതെ ഒരു ബ്രാൻഡും ഇന്ത്യയിൽ ഇതുവരെ സക്സസ് ആയിട്ടില്ല. അപ്പം നമ്മൾ 43 വർഷത്തെ ലെഗസി ഉണ്ടെങ്കിലും കൺസ്യൂമർ എങ്ങനെ കാണും? ഇപ്പൊ കേരളത്തിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലുമായിട്ടൊരു ലിങ്ക് ഉള്ളത് കൊണ്ട് പല കസ്റ്റമേഴ്സിനും ജി പാസ് അറിയാം, പല വീട്ടിലും പഴയ ടോർച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലും ജി പാസ് ഒരു ബ്രാൻഡ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് ട്രസ്റ്റ് എടുക്കാൻ പറ്റും. പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യലാണ് ഇനിഷ്യലി ഒരു ഇത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ വിത്ത് എ ഡ്യൂറബിൾ, അല്ലെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് വാറണ്ടി, 2 year വാറണ്ടി സ്മോൾ അപ്ലയൻസിന് നമ്മൾ കൊടുക്കാനുള്ള റീസണും അതാണ്. കാരണം ബ്രാൻഡ് ട്രസ്റ്റ് ചെയ്താൽ അപ്പം ഐ തിങ്ക് അതായിരിക്കും മേജർ ട്രസ്റ്റ്, കസ്റ്റമർ ട്രസ്റ്റ്. അതുപോലെ തന്നെ ഈ മിസ്റ്റർ നിവിൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് നമ്മൾ പോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ്, സൂപ്പർ ബ്രാൻഡ് സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഒരു കൺസ്യൂമർ ഒരു സൂപ്പർ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരു വോട്ടഡ് എന്താ പറയുക ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ വി ഹവ് ബീൻ വോട്ടഡ് ദ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നത്. ബിക്കോസ് നമുക്കറിയാം ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കസ്റ്റമർ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് വാങ്ങിക്കാനുള്ള എല്ലാ ഇതും ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ഇൻ ടേംസ് ഓഫ് കോമ്പറ്റേറ്റീവ് പ്രൈസിങ്, ഇൻ ടേംസ് ഓഫ് എന്താ പറയുക റേഞ്ച്, സേവൽ റേഞ്ച്, ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ്. ഇതിൻ്റെ മെയിൻ ഒരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഇന്ത്യയിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കേഷനും അതിനകത്തുള്ള സ്പെസിഫിക്കേഷനും ഈവൻ പ്ലഗ് പോയിന്റ് വരെ ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഇവിടെ ലോഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു മാനുഫാക്ചറിങ് കപ്പാസിറ്റി വേണം. അപ്പം അത് ഒന്ന് കറക്റ്റ് ആകുന്ന വരെ നമ്മളൊരു പാർഷ്യൽ ഒരു റെഡിനെസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം റെഡിയാക്കി. ഞാൻ നേരത്തെ പറഞ്ഞാൽ 360ഓളം ആർട്ടിക്കിൾസിന് നമുക്ക് BA സർട്ടിഫിക്കേഷൻ, ISI സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്. ആ ഒരു പ്രോസസ്സിലായിരുന്നു. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മുടെ റീറ്റെയിൽ ചെയിൻ നേരത്തെ തൊട്ടുണ്ട്. ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 10 years, റൈറ്റ്? 10 വർഷമായിട്ട് നമ്മുടെ റീറ്റെയിൽ ചെയിൻ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഈ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പല ഓപ്പറേഷനും കേരളത്തിൽ കുറേ കാലമായിട്ടുണ്ട്. നമുക്കൊരു BPO ഓഫീസ് ഉണ്ട് വടകരയിൽ, മോർ ദാൻ 300 എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ, നമ്മുടെ IT ഹബ്ബ് ബാംഗ്ലൂരാണ്, അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. മുംബൈയിൽ നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് യൂണിറ്റ്സ് ഉണ്ട്, അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ഏറ്റവും അഭിമാനകര കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റേൺ ഇന്റർനാഷണലിൽ 35,000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതിൽ 90% മലയാളികളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, വെദർ ഇറ്റ് ഇസ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ്, അത്രയും എംപ്ലോയീസ് ഉള്ളത് ഒരു ഓർഗനൈസേഷൻ ആണ്. എല്ലാം മലയാളികളാണ് 90%. ഈ 10% കാണും അതർ നാഷണാലിറ്റീസ്. അപ്പം ആ ഒരു സ്റ്റഡി നടത്തിയിട്ട് ഇറക്കാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ 114 സർവീസ് സെന്റർ അറ്റ് പ്രസന്റ് ഇന്ന് കേരളത്തിലുണ്ട്. അതായത് ഒരു ജില്ലയിൽ 10 മുകളിലുണ്ട്. അത്രയും ഫുൾ ഫ്ലജ്ഡ് ആയി. അതാണ് അടുത്തൊരു ചലഞ്ച്. കാരണം ഇത് നേരത്തെ സാർ ചോദിച്ച ചോദ്യത്തിന് 2-3 ഇട്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ സർവീസ് ബാക്കപ്പ് റെഡിയാക്കാതെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യില്ല. പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചലഞ്ച് ആയിരുന്നു ഈ സർട്ടിഫിക്കേഷൻസ് കിട്ടുക എന്നുള്ളത്. കാരണം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനും അതിനുള്ളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വി തോട്ട് ഓക്കെ ലെറ്റ്സ് ഗോ ഒഫീഷ്യൽ. അങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു 43 വർഷം പഴക്കമുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒഫീഷ്യൽ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും
53 വർഷമായിട്ട് പല കസ്റ്റമേഴ്സിനെയും ഇന്ത്യയിലുള്ളയും കേരളത്തിലുള്ളയും സെർവ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ ബ്രാൻഡിന്റെ എല്ലാ പോസിറ്റീവ് സൈഡും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിപ്പം കേരളത്തിൽ ഡയറക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ത്യ കൺസ്യൂമർ മാർക്കറ്റ് വളരെ ടഫാണ്. ഫോർച്ചുനേറ്റ്ലി ഞങ്ങളെല്ലാം ഇന്ത്യയിൽ 10-25 വർഷം വർക്ക് ചെയ്ത, പല ബ്രാൻഡ്സിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ സോ വി നോ വാട്ട് ഇസ് ഇന്ത്യ ആൻഡ് വാട്ട് ഇസ് കേരള. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഗുഡ് പ്രോഡക്റ്റ് അറ്റ് എ ഗുഡ് പ്രൈസിങ് ആൻഡ് റിലയബിൾ പ്രോഡക്റ്റ് ആൻഡ് സസ്റ്റൈനിങ് ബ്രാൻഡ്.